ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ഈദ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഈദൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ഡേയ്സൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് ഇപ്പോഴാണ്. ഇത് ഈദിൻ്റെ തലേ ദിവസം എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ്. വീട്ടിലേക്ക് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നെസ്റ്റോയിൽ പോയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ റൈസ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഈദൊക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലോണം തിരക്കായിരുന്നു നെസ്റ്റോയിൽ. പിന്നെ യൂട്യൂബിൽ ഇപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് 2K ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ 2K ആവുന്നത് പ്രമാണിച്ച് ഞാനൊരു ഗിവ് അവേ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിന്നേഴ്സിനെ എന്തായാലും ഉടനെ നെക്സ്റ്റ് വീഡിയോസിലൊക്കെ ആയിട്ട് ഞാൻ എന്തായാലും പറയും. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് എന്തായാലും കാണാം. ഇതൊക്കെ ആയിട്ട് നെസ്റ്റോയിൽ ഒരുപാട് ഐറ്റംസിന് ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു. നല്ലോണം തിരക്കായതുകൊണ്ട് തന്നെ ഓരോ ഐറ്റംസൊക്കെ ഒരുപാട് ടൈം എടുത്തിട്ടാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഐസ്ക്രീമിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുവിധം എല്ലാ ഐറ്റംസും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ ബില്ലാക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നല്ലോണം തിരക്കുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം നിന്നിട്ടൊക്കെയായിട്ട് പോന്നിട്ടുണ്ടായിരുന്നത്. നോമ്പായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലോണം ടയേർഡായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പുറത്ത് വന്നിട്ട് ഓട്ടോക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ വേറെ 2-3 ഐറ്റംസ് പുറത്തുനിന്നൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ടാണ് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ വീട്ടിൽ പോയിട്ട് നോമ്പ് തുറക്കാരൊക്കെ ആയതുകൊണ്ട് തന്നെ പിന്നെ അധികം വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുട്ടികൾക്ക് മെഹന്തി ഇട്ടെടുക്കലും പിന്നെ ഇതിൻ്റെ പ്രിപ്പറേഷനൊക്കെ ആയതുകൊണ്ട് പിന്നെ കാര്യമായിട്ട് വീഡിയോസൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ അന്ന് മോർണിംഗ് ആണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ചിക്കൻ കടായിയാണ് ഉണ്ടാക്കാൻ പോണത്. തലേ ദിവസം കിടക്കുന്നതിന് മുന്നേ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ തന്നെ ഉള്ളി അരിഞ്ഞു വെക്കലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ കുക്ക് ചെയ്യാൻ മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ ചിക്കൻ മസാല ആക്കിയിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കുക, എന്ന നല്ല ടേസ്റ്റുമാണ്. ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഓയിലിലേക്ക് തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. പിന്നെ സവാള നന്നായിട്ട് വാടി വരുമ്പോൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി അതേപോലെ ക്യാപ്സിക്കം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പും പൊടികളൊക്കെ ചേർത്ത് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഒരു ചിക്കനും കൂടി അതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ചിക്കൻ കടായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പുട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അടിച്ചു വരാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വന്നതാണ്. അങ്ങനെ മുറ്റം അടിച്ചു വാരി വന്നപ്പോഴേക്കും ഐസ് എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ്. അവൾ രാവിലെ എണീറ്റ പാട് ഫുഡ് കഴിക്കാൻ കുറച്ച് മടിയാണ്. അങ്ങനെ അവൾക്ക് കൊടുക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഞാനും കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അതൊക്കെ ചെയ്യാണ്. പിന്നെ ഇതിൻ്റെ അന്ന് ഇടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡ്രസ്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ടോപ്പായിരുന്നു. അങ്ങനെ ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഇതിന് ഇങ്ങനെ സദ്യ പോലെയാണ് ആക്കിയിട്ടുണ്ടായിരുന്നത്. ചോറ്, പച്ചക്കറി കറി, അവിയൽ, പപ്പടം, പായസം അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആയിരുന്നു. പിന്നെ ചിക്കൻ കൊണ്ടാട്ടായിരുന്നു. പിന്നെ അതുപോലെ ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു.
ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഈദ് പിക്കൊക്കെ എടുക്കുമായിരുന്നു. പിന്നെ അന്ന് വേറെ കാര്യമായിട്ട് വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇത് പിന്നെ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നിർത്തി വെച്ചതാണ്. ഈ ഒരു സൽവാറാണ് കേട്ടോ ഞാൻ എന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ ഫുഡ് കഴിക്കുകയാണ്. പിന്നെ ഞാൻ ഈദൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഈദൊക്കെ ആയിട്ട് എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ചാവക്കാട് ബീച്ചിൽ പോയതാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 2:30-3 മണിയൊക്കെ ആയിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ബീച്ചിലേക്ക് കയറി ഉണ്ടായിരുന്നില്ല. അതിന് മുന്നായിട്ട് 4 മണിക്കാറ്റുള്ള പ്ലേസിലേക്കാണ് വന്നത്. കറക്റ്റ് ഈ പ്ലേസിന് അത് തന്നെയാണോ പറയാമെന്ന് അറിയില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ ബോട്ടിംഗ് ആണ്, പിന്നെ കുട്ടികൾക്കുള്ള പാർക്കും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അവിടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ നേരെ ബീച്ചിലേക്ക് വന്നു. ബീച്ചിലെത്തിയ പാട് നല്ല പൊരി വെയിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തണലുള്ള സ്പേസ് നോക്കിയിട്ട് നടക്കായിരുന്നു. ബീച്ചിൽ പിന്നെ ഞങ്ങൾ അധികം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരമൊക്കെ ആയിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചിട്ടുണ്ടായിരുന്നത്. വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ ബീച്ചിൽ നല്ലോണം തിരക്കായിരുന്നു. പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ബീച്ചിൽ നിന്ന് പോന്ന് പിന്നെ തിരിച്ചു വരുമ്പോൾ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത്. ടോപ്പ് ചിക്കനിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അൽഫാം മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നേരെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ ബൈ, നെക്സ്റ്റ് വീഡിയോ ഒക്കെ ആയിട്ട് വരാം.